തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ നടന്മാരും ഇപ്പോൾ നായകന്മാരായാലും ശരി നായികമാരായാലും എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരാളായാലും മാത്രമേ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ഡയലോഗ് പറയാം. ഈ പറഞ്ഞ ഡയലോഗ് കുറെ ഇപ്പോൾ വരാൻ പോണ പടത്തിലൊക്കെ കണ്ടമാനം ഡയലോഗ് അതെങ്ങനെയാ പറഞ്ഞു എടുത്തത് എനിക്കറിയുള്ളൂ. കാരണം നമ്മൾ ഈ നോർമലി തെലുങ്ക് സംസാരിക്കുന്ന പോലെയല്ല തെലുങ്ക് ഡയലോഗ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ കാലം അവിടെ ആയതുകൊണ്ട് കുറേ തെലുങ്കന്മാരായിട്ടുള്ള പരിചയം കൊണ്ട് തെലുങ്ക് സംസാരിച്ചിട്ടൊക്കെയാണ് തെലുങ്ക് പഠിച്ചിരിക്കുന്നത്. കാരണം ഒന്നാമത് നമ്മൾ തെലുങ്ക് പഠിച്ച അവരിൽ ഒരാളായാലും മാത്രമേ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ മലയാളിയാണ് എന്ന് പറഞ്ഞാൽ പോലും എത്ര എന്തൊക്കെ കാര്യങ്ങളായി ചെയ്താൽ പോലും മലയാള സിനിമയിലേക്ക് ഒരു സപ്പോർട്ട് കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ അംഗീകരിക്കും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അത് അവിടെ പോയ ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ നടന്മാരും ഇപ്പോൾ നായകന്മാരായാലും ശരി നായികമാരായാലും എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയവര് തിരിച്ചു വരുന്നില്ലല്ലോ. പോയവരാരും തിരിച്ചു വരൂല. കാരണം അതെ പോയവര് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊരു വലിയ സംഭവം. ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് റെസ്പെക്ട് പറയുന്നത്. അവിടെ കിട്ടും. അതുപോലെ ഇപ്പൊ റീച്ച് പോയതാണ് ബേസിൽ അല്ലു ശ്രീനിസിന്റെ കല്യാണത്തിന് പോയത്. അപ്പൊ അതെന്തെങ്കിലും എല്ലാവരും അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ മലയാള സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമേ വരുന്നുള്ളൂ. മലയാള സിനിമ മലയാളികൾ മാത്രമേ കാണുന്നുള്ളൂ. അതേസമയത്ത് തെലുങ്ക് സിനിമ എന്ന് പറയുന്ന സാധനം